നമുക്ക് കാട്ടിലേക്ക് പോകാം. അതെ, കാട്ടിലേക്ക്. കാട് കണ്ടിട്ടുണ്ടോ? കാട്ടിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഉണ്ടോ? കാട് നിറയെ എന്താണ്? ഫോറസ്റ്റോ? അതെ, മൃഗങ്ങളുണ്ടല്ലോ. ഏതൊക്കെ മൃഗങ്ങളാണുള്ളത്? ആന, പാമ്പ്. പാമ്പ് മൃഗത്തിന്റെ പട്ടികയിലായോ? സിംഹം, വവ്വാലോ, മാൻ, പുലി. അതായത് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് കാട്ടില് ഉണ്ടല്ലേ. ആന എങ്ങനെയാ വിളിക്കുന്നത്? ആന കാട്ടില്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അല്പസമയം കൊടും ഭീകരത നിറഞ്ഞ കാട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കും. നിങ്ങൾക്ക് പേടിയില്ലല്ലോ അല്ലേ? ഇല്ലല്ലേ? നമ്മൾ നല്ല ധൈര്യശാലികളും ധൈര്യമുള്ളവരാണ്. അപ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ കാട്ടിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ്. കൊടും കാട്ടിലേക്ക്. അപ്പോൾ അതാ ഒരു ഇടയൻ 100 ആടുകളുമായിട്ട് വരികയായിരുന്നു. എങ്ങോട്ടാണെന്നറിയോ? അതെ, നമ്മൾ നിൽക്കുന്ന കാട്ടിലേക്ക് ഒരു ഇടയൻ 100 ആടുകളുമായിട്ട് വരികയാണ്. എല്ലാ ആടുകളും നിങ്ങളെ പോലെ നല്ല അടിപൊളി അനുസരണയുള്ളവരായിരുന്നു കേട്ടോ. ആണോ? നിങ്ങൾ നല്ല കുട്ടികളല്ലേ? ആണോ? ആണല്ലേ? നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണല്ലേ? അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ആട്ടിടയന്റെ കൂടെ ഉണ്ടായിരുന്ന 100 ആടുകളും. ആട്ടിടയൻ എന്തുകൊണ്ടായിരിക്കും ആടിനെ ഈ കാട്ടിലേക്ക് കൊണ്ടുപോയത്? ഇരിയ പിടിക്കാനോ? കേട്ടില്ല. അതെ അതെ, ഫുഡ് കഴിക്കാനാണ് ഈ ആട്ടിടയൻ 100 ആടുകളുമായിട്ട് പോയത്. അങ്ങനെ ഇവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞാടിന് തോന്നി, ഇനി ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. എന്ത് തോന്നി? ഇനി ഒറ്റയ്ക്ക്. അങ്ങനെ ഈ കുഞ്ഞാട് എന്ത് ചെയ്തെന്നറിയാമോ? ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി അതിന്റെ ഫുഡ് കഴിച്ച് ഇവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. കണ്ടോ? ഒറ്റപ്പെട്ടിരിക്കുന്ന കണ്ടോ? അവിടെ കണ്ടായിരുന്നോ? അങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ടു. ഈ കാടിന്റെ ഭീകരതയില് ഇങ്ങനെ ആടുമ്പോ, അതായത് കുഞ്ഞാടി ഇങ്ങനെ പോയി വന്നപ്പോൾ അതാ അവിടെ ചാടി വീണു. ആര് വീണു? നമ്മുടെ കാട്ടിലെ രാജാവാരാണ്? അതെ, സിംഹം. അവിടെ അടിപൊളി സിംഹം. സിംഹം ഇങ്ങനെ ചാടി വീണു. അടുത്ത നിമിഷം എന്തും സംഭവിക്കും. ഒരു സിംഹം ഒരു ആട്ടിനെ കണ്ട എന്തായിരിക്കും സംഭവിക്കുക? അതെ, അതാണ് സിംഹം മനസ്സിൽ കരുതി. അതെ, എനിക്കുള്ള മട്ടൻ ബിരിയാണി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത നിമിഷം തന്നെ പ്ലേറ്റില് കഷാപ്പിടാനായിട്ട് സിംഹം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടതും പന്തികേട് തോന്നി ആട് എന്ത് ചെയ്തെന്നറിയാമോ? എന്ത് ചെയ്തു കാണും? അതെ, ഓടി. നന്നായിട്ട് ഓടി. സിംഹം പുറകെ ഓടി. ആടുമ്പ ഫ്രണ്ടിൽ നിന്ന് ഓടി. പിന്നെ പുറകെ സിംഹം ഓടി. ഇങ്ങനെ ഓടി എവിടെ എത്തിയിട്ട് അറിയണ്ടേ? പുലിയുടെ വീട്ടിലോ? പുലിയോ? ഇപ്പൊ പുലി കയറി വന്നു. ഓക്കെ, അങ്ങനെ ഓടി ഒരു ചതുപ്പ് നിലത്തിലെത്തി. ചതുപ്പ് നിലം അറിയാലോ? ചെളി കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണല്ലേ? വെള്ളവും മണ്ണുമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ചതുപ്പ് നിലം. ഇങ്ങനെ ചതുപ്പ് നിലത്തിലേക്ക് എത്തി. കുഞ്ഞാടിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈ ചതുപ്പ് നിലത്തിലേക്ക് എന്ത് ചെയ്തു? അതെ, ഈ ചതുപ്പ് നിലത്തിലേക്ക് ഈ കുഞ്ഞാട് ഓടി ഇങ്ങനെ ഇറങ്ങി. സുഖം വിടുവോ? പുറകെ ഈ കുഞ്ഞാടിന്റെ പുറകെ ചാടി ഇറങ്ങി. പക്ഷെ കുഞ്ഞാട് എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ കാലുകളൊക്കെ എടുത്ത് വച്ച് ഒരു വിധേനെ
ഇങ്ങനെ ആ ചതുപ്പ് നിലത്തിലേക്ക് ഓടാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നമ്മുടെ സിംഹരാജാവിന് എന്ത് പറ്റിയെന്നറിയാമോ? അദ്ദേഹത്തിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് ഓടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ താൻ ഇനി രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ കുഞ്ഞാട് തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചോദിച്ചെന്നറിയണ്ടേ? അല്ലയോ രാജാവേ, അല്ലയോ സിംഹരാജാവേ, താങ്കൾക്കൊരു യജമാനൻ ഉണ്ടോ? താങ്കൾക്ക് ആരുണ്ടോ എന്ന് ചോദിച്ചു. യജമാനൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സിംഹം എന്ന് പറഞ്ഞറിയാമോ? ഞാൻ ആരെന്നറിയാമോ? ഞാൻ ആരാ? കാട്ടിലെ കാട്ടിലെ രാജാവാണ്. കാട്ടിലെ രാജാവിന് യജമാനനോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ ഞാൻ ഇവിടെ ജീവിക്കുന്നു. എന്നെ ആരും കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സിംഹം ചോദിച്ചു, നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിനക്ക് യജമാനനുണ്ടോ? അപ്പൊ കുഞ്ഞാട് എന്ത് പറഞ്ഞെന്നറിയാമോ? അതെ, എനിക്കൊരു യജമാനനുണ്ട്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു യജമാനൻ എനിക്കുണ്ട്. ഞാൻ എവിടെ അകപ്പെട്ടു പോയാലും ആപത്തിൽപ്പെട്ടാലും എന്നെ വന്ന് സംരക്ഷിക്കുന്ന ഒരു യജമാനൻ ഉണ്ട്. അപ്പോൾ സിംഹം പറഞ്ഞു, എന്നാ പിന്നെ നമുക്കൊന്ന് കാണാം, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യജമാനൻ വരുമോ ഇല്ലയോ, വരുമോ ഇല്ലയോ. അങ്ങനെ സമയം ഇങ്ങനെ കഴിഞ്ഞു പോയി. കാട്ടിൽ സൂര്യൻ ഉദിച്ചു, അല്ല അസ്തമിച്ചു. അത് കഴിഞ്ഞ് ഇരുട്ട് കൊണ്ട് നിറഞ്ഞു. എങ്ങും നിശബ്ദമായി. കിളികളൊക്കെ കൂടണയാനായിട്ട് കൂടുകളിലേക്ക് പോയി. മൃഗങ്ങളൊക്കെ എന്ത് ചെയ്തു? അവരുടെ മാളത്തിലേക്ക് ഇങ്ങനെ ഓടിക്കയറി. എങ്ങും നിശബ്ദത. കൂരിട്ട് വന്നു തുടങ്ങി. തന്റെ യജമാനൻ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് യജമാനൻ വളരെ ക്ഷീണിച്ച് ഇങ്ങനെ കയറി വരികയാണ്. അത് കണ്ടതും കുഞ്ഞാടിന് വളരെ സന്തോഷമായി. ഈ യജമാനൻ ഓടി വന്ന് കുഞ്ഞാടിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി. ആ ചതുപ്പ് നിലത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അങ്ങനെ ആ യജമാനൻ കുഞ്ഞാടിനെ അവിടെ നിന്ന് ആ ചെളിയിലേക്ക് കഴുകിക്കളഞ്ഞ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഈ നമ്മുടെ സിംഹരാജാവിന് എന്ത് പറ്റിയെന്നറിയാമോ? ആ ചതുപ്പ് നിലത്തിലേക്ക് താന്ന് പോയി. കാരണം എന്താണ്? ഈ സിംഹത്തെ രക്ഷിക്കാൻ ആരും വന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സിംഹരാജാവ് മണ്ണിലേക്ക് ഇങ്ങനെ ചെടിയിലേക്ക് പോയി. നമ്മൾക്ക് ഒരു യജമാനനുണ്ടല്ലേ? നമ്മുടെ യജമാനൻ ആരാ? അതെ, യേശുക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ. അതുകൊണ്ട് നമ്മൾ എന്നെ ആരും കൺട്രോൾ ചെയ്യണമെന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും, ഞാൻ ഒന്നും അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ സിംഹരാജാവിനെ പോലെ നടന്നാൽ നമുക്കൊന്ന് സംഭവിക്കും. അപകടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കൂല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു യജമാനനുണ്ടല്ലേ? അപ്പോൾ നമ്മൾ യേശുക്രിസ്തു പറയുന്നത് പോലെ അനുസരിക്കണം. എങ്കിൽ മാത്രമേ യേശുക്രിസ്തു എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളെ കൂടെ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ യജമാനിൽ നമ്മൾ ആശ്രയം വെക്കണം.